ഈ അടുത്ത കാലത്ത് രാഷ്ട്രീയ മാറ്റം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ നേതാവ് ആര് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം സന്ദീപ് വാര്യരാണെന്ന്. കാരണം അദ്ദേഹം ബി ജെ പിയിൽ തുടർന്നിരുന്നു എങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഒരു എം എൽ എ ആകാൻ പറ്റുമായിരുന്നില്ല. നമുക്കറിയാം ബി ജെ പിക്ക് ലഭിച്ച 3 സീറ്റുകൾ, അതിൽ 2 സീറ്റും തിരുവനന്തപുരത്താണ്, ഒരു സീറ്റ് തൊട്ടടുത്ത കൊല്ലം ജില്ലയിലാണ്. ഈ 3 സീറ്റുകളിലും പരമ്പരാഗതമായി മത്സരിച്ചു വിജയിച്ചിരുന്നു വരുന്ന ആളുകളാണ് മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. അവിടെയൊന്നും ഒരു പുതിയ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കുവാനുള്ള സാധ്യതകളില്ല. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ ബി ജെ പിയിൽ തുടർന്നിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും ഒരു സീറ്റ് മത്സരിക്കുവാൻ കൊടുത്തതിനെ അദ്ദേഹം വീരചരമം പ്രാപിച്ചതിനെ മത്സരിച്ചു. വീരചരമം എന്ന് പറയാനും പറ്റില്ല, ഒരുപക്ഷെ ദയനീയമായ പരാജയം ഏറ്റുവാങ്ങുമായിരുന്നു. പക്ഷേ കൃത്യമായി അദ്ദേഹം കോൺഗ്രസിലെത്തി. അദ്ദേഹത്തിന് തൃക്കരിപ്പൂർ പോലെ ഒരു സീറ്റ് ലഭിച്ചു. അതും കോൺഗ്രസ് വിജയിച്ചിട്ടില്ലാത്തൊരു സീറ്റ്. 1977 ആ മണ്ഡലം രൂപീകരിക്കപ്പെട്ട അന്നു മുതൽ ഇന്നുവരെ ഒരു UDF സ്ഥാനാർത്ഥി വിജയിച്ചിട്ടില്ലാത്ത സ്ഥലത്ത് കൃത്യമായി തന്നെ അദ്ദേഹത്തെ പ്ലേസ് ചെയ്തു. ആ സീറ്റ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുത്തു. അതായത് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി ഒരുപാട് കഴിവുകളുണ്ട്, പക്ഷേ ബി ജെ പിക്ക് അത് ഉപയോഗിക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കോൺഗ്രസിലെത്തി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഔന്നത്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പുരോഗതിയുടെ തുടക്കം കോൺഗ്രസിൽ നിന്ന് രേഖപ്പെടുത്തുന്നു എന്നതാണ് അദ്ദേഹം എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവിനെ വിലയിരുത്തുമ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അദ്ദേഹത്തോടൊപ്പം തന്നെ ഒരുപക്ഷെ ആ ദിവസങ്ങളിൽ തന്നെ രാഷ്ട്രീയ മാറ്റം നടത്തിയ ഒരു വ്യക്തി കൂടിയുണ്ട് കേരളത്തിൽ. അത് സരിനാണ്. നമുക്കറിയാവുന്ന പോലെ പാലക്കാട് ഇലക്ഷൻ്റെ സമയത്താണ്. പാലക്കാട് ഇലക്ഷനിൽ സരിനെ പരിഗണിക്കാതെ രാഹുൽ മാങ്കൂട്ടത്തെ പരിഗണിച്ചപ്പോഴാണ് സരിൻ കോൺഗ്രസ് വിട്ട് CPM-ൻ്റെ പാളയത്തിലെത്തുന്നത്. അതേ അവസരത്തിലാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസ് പാളയത്തിലും എത്തുന്നത്. സരിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏകദേശം അവസാനിച്ചു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിന് ഇനി സീറ്റുകളൊന്നും CPM കൊടുക്കുവാൻ സാധ്യതയില്ല. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏകദേശം പരിസമാപ്തിയായി എന്ന് പറയാവുന്ന അവസ്ഥയിൽ സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയ ഔന്നത്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നേട്ടങ്ങളുടെ തുടക്കമായി നമുക്ക് അദ്ദേഹത്തിൻ്റെ ഈ തൃക്കരിപ്പൂർ ഇലക്ഷൻ വിജയത്തെ അവലോകനം ചെയ്യാം. ഏറ്റവും പ്രധാനമായ പ്രത്യേകത എന്തെന്ന് പറഞ്ഞാൽ അവിടെ BJP സ്വാഭാവികമായി വോട്ട് മറിച്ചിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം 2021 BJP ആയിരുന്നു തൃക്കരിപ്പൂർ നിയമസഭാ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുന്നത്. അന്ന് 1961 വോട്ടുകൾ BJP പിടിച്ചിട്ടുണ്ട്. 2026 എത്തുമ്പോൾ ആ സീറ്റ് അവർ 2020 കൊടുക്കുന്നു. അപ്പോൾ 2020 പിടിച്ചത് ഏകദേശം 7837 വോട്ടുകളാണ്. അതായത് ഒരു 4000 വോട്ടിൻ്റെ അടുത്ത് BJP അവരുടെ പരമ്പരാഗത വൈദി എന്ന് പറയാൻ പറ്റില്ല, പാർട്ടി മാറി കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യരെ തോൽപ്പിക്കാൻ വേണ്ടി CPM-ന് വേണ്ടി മറിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. എങ്കിലും സന്ദീപ് വാര്യർ ആ മണ്ഡലത്തിൽ വിജയിച്ചു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കഴിവും ഒപ്പം സംസ്ഥാന വ്യാപകമായി വീശിയടിച്ച കോൺഗ്രസ് UDF കൊടുങ്കാറ്റിൻ്റെ ഒരു അനുകൂല ഘടകവും നിലനിർത്തിയാണ്. ഒരുപക്ഷെ വലിയ അട്ടിമറി 2 മണ്ഡലങ്ങളിലാണ് 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടായെന്ന് പറയാം. ഒന്ന് വാമനപുരമാണ്, തിരുവനന്തപുരം ജില്ലയെ. മറ്റൊന്ന് ഈ മണ്ഡലമാണ്, തൃക്കരിപ്പൂർ നിയമസഭാ നിയോജക മണ്ഡലമാണ്. കോൺഗ്രസ് സംബന്ധിച്ച് പ്രഗത്ഭരായ ഒരുപാട് സ്ഥാനാർത്ഥികൾ 1977 മുതൽ നിരന്തരം പരീക്ഷിക്കുന്ന ഒരു മണ്ഡലമാണിത്. അവിടെയാണ് സന്ദീപ് വാര്യർ പിടിച്ചെടുത്തത്. കഴിഞ്ഞ പ്രാവശ്യം MB ജോസഫ് എന്ന് പറയുന്ന KM മാണിയുടെ മകളുടെ ഭർത്താവിനെ എവിടെ മത്സരിപ്പിച്ചിട്ടും കോൺഗ്രസിന് ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. അദ്ദേഹം കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി മത്സരിച്ചിട്ടും പരാജയപ്പെടുകയായിരുന്നു. അതുപോലെ KP കുഞ്ഞിക്കണ്ണൻ എന്ന് പറയുന്ന ഉദുമയിലെ മുൻ MLA അവിടെ കൊണ്ട് മത്സരിപ്പിച്ചിട്ടും കോൺഗ്രസിന് ആ സീറ്റ് പിടിച്ചെടുക്കുവാൻ കഴിഞ്ഞില്ല. ആ സീറ്റാണ് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിന് വേണ്ടി പിടിച്ചെടുത്തിരിക്കുന്നതെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കഴിവുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. നമ്മൾ ഒന്നുകൂടി അവലോകനം ചെയ്യുകയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം മത്സരിച്ചത് ഷൊർണൂർ നിയമസഭാ നിയോജക മണ്ഡലത്തിലാണ്. അവിടെ അദ്ദേഹം 2ാം സ്ഥാനത്തെത്തുകയായിരുന്നു. അന്ന് BJP-യിലായിരുന്നു അദ്ദേഹം. അന്ന് 2ാം സ്ഥാനത്തെത്തിയ ഷൊർണൂറിൽ അദ്ദേഹം 3ാം സ്ഥാനത്തെത്തുകയായിരുന്നു. അന്ന് 2ാം സ്ഥാനത്തെത്തിയ TH ഫിറോസ് ബാബുവിനേക്കാൾ വെറും 820 വോട്ടുകൾക്ക് മാത്രം പിറകിലായിരുന്നു BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ച സന്ദീപ് വാര്യരുടെ പ്രകടനം. പക്ഷേ ഇന്ന് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിച്ച വ്യക്തിത്വത്തിന് ഏകദേശം 9000-ഓളം വോട്ടുകളുടെ ഡിസ്റ്റൻസ് ഉണ്ട് കോൺഗ്രസുമായിട്ട്. അതായത് സന്ദീപ് വാര്യർ പിടിച്ച വോട്ടുകൾ അവിടെ ശങ്കുട്ടി ദാസ് എന്ന് പറയുന്ന BJP-യുടെ പ്രമുഖനായ നേതാവിന് പിടിക്കുവാൻ പറ്റിയില്ല എന്ന് പറയുമ്പോൾ തന്നെ സന്ദീപ് വാര്യർക്ക് ജനങ്ങൾക്കിടയിൽ ഒരു ഇമേജ് ഉണ്ട്. അദ്ദേഹം നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ വോട്ടുകൾ വീഴാറുണ്ട്, അദ്ദേഹത്തിന് ആയിട്ട് വോട്ടുകളുണ്ട് എന്ന് വ്യക്തമാകുകയാണ്. എന്തായാലും ഇപ്പോൾ മറ്റൊരു കാര്യം കൂടി ചർച്ച ചെയ്യപ്പെടുകയാണ്. നമ്മൾ പാലക്കാട് നിയമസഭാ ഇലക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ബൈ ഇലക്ഷന് വിജയിച്ചതിന് ശേഷം അദ്ദേഹത്തിനെതിരെ ഉണ്ടായ ചില ആരോപണങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ പദവി രാജിവെക്കേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹത്തിന് പൊതു തെരഞ്ഞെടുപ്പിൽ പാലക്കാട് നിയമസഭാ സീറ്റ് കോൺഗ്രസ് അനുവദിക്കുകയുണ്ടായില്ല. ആ സീറ്റ് ആദ്യമായി അനുവദിച്ചത് സന്ദീപ് വാര്യർക്കാണ് എന്ന ചില ചർച്ചകൾ കോൺഗ്രസ് അനുഭാവികൾക്കിടയിലും കോൺഗ്രസിൻ്റെ ചില നേതൃനിരയിലുമൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. പക്ഷേ സന്ദീപ് വാര്യർ ആ സീറ്റ് നിഷേധിക്കുകയായിരുന്നു. തനിക്ക് ആ സീറ്റ് വേണ്ട, കാരണം താനും രാഹുൽ മാങ്കൂട്ടത്തിലും വളരെ വ്യക്തിപരമായ ബന്ധം ഉള്ള ആളാണ്.
രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ആരോപണം നേരിട്ട് അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെടുന്ന അവസ്ഥയിൽ ആ സീറ്റിൽ താൻ മത്സരിക്കുന്നത് ശരിയാകില്ല എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ് ചില കോൺഗ്രസിൻ്റെ ചില നേതൃനിരയിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുമ്പോൾ വ്യക്തമാകുന്നത്. അദ്ദേഹം ആ സീറ്റിന് പകരമായി ആവശ്യപ്പെട്ടത് തവന്നൂരായിരുന്നു. പക്ഷേ തവന്നൂരിൽ ജോയി എന്ന് പറയുന്ന മറ്റൊരു ആൾ, പ്രമുഖനായ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റിന് മത്സരിക്കേണ്ടി വന്നതുകൊണ്ട് അദ്ദേഹത്തെ പിന്നീട് തൃക്കരിപ്പൂരിലേക്ക് മാറ്റുകയായിരുന്നു എന്ന നിഗമനം കൂടി വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സത്യസന്ധതയോടും ഒപ്പം അദ്ദേഹത്തിൻ്റെ ഒരു ആത്മാർത്ഥതയും, ഫ്രണ്ട്ഷിപ്പിനോടുള്ള ആത്മാർത്ഥതയും അദ്ദേഹം ഈ പാലക്കാട് സീറ്റ് നിരസിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ മറ്റൊരു വിഷയം കൂടി ഉയർന്നു വരികയാണ്. അദ്ദേഹം KPCC പുനഃസംഘടിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന പദത്തിലേക്ക് ഉയർന്നേക്കാം എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി കോൺഗ്രസ് കാണുന്നത് BJPയിൽ അസംതൃപ്തരായ ഒരുപാട് യുവ നേതാക്കന്മാരുണ്ട്. അവരെ കോൺഗ്രസിലെത്തിക്കുക എന്ന കർത്തവ്യം സന്ദീപ് വാര്യരെ ഏൽപ്പിക്കുന്നു കോൺഗ്രസ് എന്ന രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത്. അതിൽ പ്രധാനപ്പെട്ട പേരുകളിൽ ഒന്ന് എന്ന് പറയുന്നത് തിരുവല്ലയിൽ നിന്ന് മത്സരിച്ച അനൂപാണ്. അദ്ദേഹം BJP നേതൃത്വവുമായി ചില കശപിശകളൊക്കെ ഉണ്ട്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ല യുവ നേതാക്കന്മാരിൽ ഒരാളാണ് അനൂപ്. അദ്ദേഹത്തെ കോൺഗ്രസ് എത്തിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് വളരെ ശ്രദ്ധാപൂർവ്വം നീങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എന്തായാലും സന്ദീപ് വാര്യർക്ക് അസംതൃപ്തരായ BJP നേതാക്കന്മാരെ കോൺഗ്രസിലെത്തിക്കുവാൻ കഴിയും എന്ന രീതിയിലാണ് മാധ്യമ റിപ്പോർട്ടുകളൊക്കെയും പുറത്തു വരുന്നത്. ഒപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് പകരമായിട്ടായിരിക്കാം ഒരുപക്ഷെ സന്ദീപ് വാര്യരെ KPCCയുടെ ഉന്നതാധികാര പദവികൾ ഏതെങ്കിലും ഒന്നിൽ നിയമിക്കുക എന്നുള്ള നിഗമനങ്ങളും വരികയാണ്. ഒന്നുകിൽ വർക്കിംഗ് പ്രസിഡന്റ് അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിലേക്ക് സന്ദീപ് വാര്യർ ഉയരും എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് വരുന്നത്. കാരണം BJPയിൽ ഒരു അസംതൃപ്ത വിഭാഗമുണ്ട്. നമുക്കറിയാവുന്ന പോലെ BJP സംബന്ധിച്ച് കുറച്ചു നേതാക്കന്മാർ അവർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒപ്പം പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പിലും ഒക്കെ മാറി മാറി മത്സരിക്കാറുണ്ട്. കൃഷ്ണകുമാർ എന്ന് പറയുന്ന BJPയുടെ പാലക്കാട് നേതാവിനെ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, പാലക്കാട് ലോക്സഭയിൽ മത്സരിക്കുന്നു, മലമ്പുഴ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു, കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ മുനിസിപ്പൽ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. അതുപോലെ തന്നെയാണ് സുരേന്ദ്രൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ലോക്സഭയിൽ മത്സരിക്കുന്നു, ഒരേ സമയം കോന്നിയിലും മഞ്ചേശ്വരത്തും ഉപതെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നു. ശോഭാ സുരേന്ദ്രനും അങ്ങനെയാണ്, ഓടി നടന്ന് മത്സരിക്കുന്നു. ആലപ്പുഴ ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നു, അതിനുശേഷം പാലക്കാട് നിയമസഭാ സീറ്റിൽ മത്സരിക്കുന്നു. അപ്പം BJPയിലെ യുവ നേതൃനിരയ്ക്ക് ഇതിനോടൊക്കെ അതൃപ്തിയുണ്ട്. കുറേ നേതാക്കന്മാർ മാത്രം ഇങ്ങനെ നിരന്തരം ഓടി നടന്ന് മത്സരിക്കുന്നു, മറ്റുള്ളവർക്ക് മത്സരിക്കുവാൻ അവസരം കിട്ടുന്നില്ല എന്ന ഒരു വിലയിരുത്തലും അവലോകനവും ഒക്കെ BJPയുടെ യുവ നേതാക്കന്മാർക്കിടയിലുണ്ട്. അതൊരു അസംതൃപ്തിയായി പുകയുന്നുണ്ട്. അവരെ സന്ദീപ് വാര്യരെ മുൻനിർത്തി കോൺഗ്രസിലെത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് നടത്തുന്നു എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. കാരണം കോൺഗ്രസിൽ ഓപ്പർച്യൂണിറ്റികളുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്നത് കൊണ്ട് തന്നെ കോർപ്പറേഷനുകളും ബോർഡുകളും ഒക്കെ വേക്കൻ്റ് ആണ്. അവരെ കോൺഗ്രസിലെത്തിച്ച് BJPയുടെ വളർച്ച തടയുക എന്ന ഉദ്യമം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ വരികയാണ്. എന്തായാലും സന്ദീപ് വാര്യർക്ക് കോൺഗ്രസിൻ്റെ പുനഃസംഘടന നടക്കുമ്പോൾ KPCCയുടെ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങളിൽ ഒന്ന് ലഭിക്കും എന്ന് വ്യക്തമാകുന്ന സന്ദർഭം കൂടിയാണിത്. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് ജയ് ഹിന്ദ്.